ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നോട്ട്പാഡ് പ്ലസ് പ്ലസിൻ്റെ കുറച്ച് സംഭവങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ചെറിയ സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. ചെറിയൊരു ട്യൂട്ടോറിയലായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സെറ്റിങ്സിൽ നമ്മളിവിടെ സ്റ്റൈൽ പ്രിഫറൻസസ് പലതും നമ്മൾ കണ്ടതാണ്. സ്റ്റൈൽ കോൺഫിഗറേറ്റർ ഉണ്ട് ഈ നോട്ട്പാഡ് പ്ലസ് പ്ലസിൽ. ഇപ്പോൾ ഇതിൽ സ്റ്റൈൽ കോൺഫിഗറേറ്ററിൽ ഒരുപാട് സ്റ്റൈലുണ്ട്. നമുക്ക് ഒരുപാട് തീമുണ്ട് ഇവിടെ. ഇത്രയും തീമുകളാണ് നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഞാൻ ഈ ഡീഫോൾട്ട് തീം കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് യൂട്യൂബ് വീഡിയോയിൽ കാണാൻ നേരത്ത് വൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ കോഡിങ് ചെയ്യാൻ നേരത്ത് ഏറ്റവും നല്ല തീം എന്ന് പറയുന്നത് വൈറ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നല്ല തീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ റൂബി ബ്ലൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തീം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ കോഡിങ് ചെയ്യാനും നമുക്ക് കാണാനൊക്കെ ഒരു രസം എപ്പോഴും ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് തീമിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം കൊടുക്കുക. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഡീഫോൾട്ട് വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ റണ്ണിൽ ഈ പറയുന്ന ക്രോമും ഫയർഫോക്സ് ഒന്നും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവില്ല. അതായത് നോട്ട്പാഡ് പ്ലസ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന രണ്ടും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡിലീറ്റ്, ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഫങ്ഷൻ 5. ശരിക്കും നമ്മൾ നോട്ട്പാഡ് പ്ലസ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ റണ്ണിനകത്ത് ഇത്രയും സംഭവങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. റണ്ണ്, ഗെറ്റ് PHP, വിക്കിപീഡിയ സെർച്ച്, ഓപ്പൺ ഫയൽ ഇൻ അനദർ ഇൻസ്റ്റൻസ്, മോഡിഫൈ ഷോർട്ട്കട്ട്. അതായത് ക്രോം, ഫയർഫോക്സ് ഇതൊക്കെ വേറെ കമ്പനീസിൻ്റെ വേറെ തേർഡ് പാർട്ടി സംഭവങ്ങളാണ്. ബ്രൗസറൊക്കെ അതൊന്നും ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ അതിവിടെ കൊണ്ടുവരണമെങ്കിലും അതത്ര എളുപ്പമല്ല. കാരണം ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഈ നോട്ട്പാഡ് പ്ലസ് പ്ലസിൻ്റെ ഹെൽപ്പിൽ തന്നെ അതില്ല. പിന്നെ അത് എവിടെയാണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. അതിപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടാണത്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ chrome.exe എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ chrome.exe എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല. സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് ഫങ്ഷൻ 5. ഇതിപ്പോൾ chrome.exe കൊടുത്തു, പക്ഷേ വർക്കാവില്ലത്. ഇതുണ്ട, അനങ്ങുന്നില്ല. കാരണം ഇത് ശരിക്കും നമ്മളുടെ പ്രോഗ്രാം അല്ല. ഈ ഒരു ഫയലല്ല ഓപ്പൺ ചെയ്ത് വരുന്നത്. വെറുതെ ഏതോ ഒരു ബ്രൗസറിലേക്ക് പോവുകയാണത് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് ബ്രൗസറിൽ നമ്മൾ ഈ ഫയൽ ബ്രൗസറിലേക്ക് ഓപ്പണായി വരണം. അപ്പോൾ അതിന് ഇങ്ങനെയല്ല വേണ്ടത്. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോമിൻ്റെ അതായത് ക്രോം എവിടെയാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. ക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇവിടെ ഈ ടാർഗറ്റിനകത്തുള്ളത് കൺട്രോൾ A, അത് കൺട്രോൾ C അടിച്ച് നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു കോഡ്, അതായത് ഈ ഒരു കോഡ്, അതായത് $full current path, അതായത് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പാത്തായിരിക്കും ഞാൻ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസിൽ. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പാത്ത് അതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ പറയുന്ന ഞാൻ ചെയ്ത പോലെ ചെയ്യണം. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് അത് കോപ്പി ആയില്ലേ, കൺട്രോൾ C
ചെറിയ സ്പേസ് കൊടുത്തിട്ട് അത് നമ്മൾ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് സേവ് കൊടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കീ കോമ്പിനേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൻ്റെ പേര് നമ്മൾ കൊടുക്കുക, ക്രോം. ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇനി നമുക്ക് റൺ ഉണ്ട്, ക്രോം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറുതെ ബ്രൗസറിലേക്ക് പോകുന്നതിന് പകരം നമ്മളുടെ ഈ ഫയല്, നമ്മൾ ചെയ്യുന്ന ഫയല് ക്രോമിൽ ഓപ്പണായി വരും. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തൊരു ചെറിയൊരു വെബ്സൈറ്റാണ്, അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഫയർഫോക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ റൺ കൊടുത്തിട്ട് നമ്മൾ ഫയർഫോക്സിൻ്റെ ഇതെവിടെ, ഫയർഫോക്സ് എവിടെ നോക്കുക, ഫയർഫോക്സ് ഡെവലപ്പർ എഡിഷൻ. അതിൽ പ്രോപ്പർട്ടീസ് പോവുക, ടാർജറ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ എല്ലാം ഉണ്ടാവില്ല. ഇവിടെ ഈ firefox.exe അത് ഫുൾ പാത്ത് നമ്മൾ കോപ്പി ചെയ്യണം. കൺട്രോൾ-A, കൺട്രോൾ-C, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഡ്, ഇതാണ് ആ കോഡ്. ആ കോഡ് എടുത്തിട്ട് കൺട്രോൾ-C, കൺട്രോൾ-V, ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്, ഒറ്റ സ്പേസ് കൊടുത്തിട്ട് അതും പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് സേവ് കൊടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ് ഫങ്ഷൻ 6 കൊടുക്കാം. ഫയർഫോക്സ് ഓക്കെ, സേവ്, ക്യാൻസൽ. ഓക്കെ, ഇപ്പോൾ ഫയർഫോക്സും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫയൽ ഇനിയിപ്പോൾ ഫയർഫോക്സിൽ കാണണമെങ്കിൽ നമുക്ക് ഫയർഫോക്സിൽ കൊടുക്കാം. കണ്ടോ, ഫയർഫോക്സിലും നമ്മൾ ചെയ്ത ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ക്രോമിലൊക്കെ പോയിട്ട് പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് ഈ ടാർജറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ.